ചേരിത്തുമ്പിലാണ്, പ്ലാസ്റ്റിക് കവറിലല്ല. അതിന് കുറച്ച് ചാണകപ്പൊടി, സമാസമം ചാണകപ്പൊടി, ചകരിച്ചോറ്, കുറച്ച് മണ്ണും സമാസമായിട്ട് മിക്സ് ചെയ്തിട്ട് അതാണ് ഉപയോഗിക്കുന്നത്. സാധാരണ കവറിലാണ് ചില ആളുകളൊക്കെ വെക്കുന്നത്. ഞാൻ ഈ പിന്നെ തുമ്പാണ്, ചകരിച്ചോറ് ഒഴിവാക്കിയിട്ട് തുമ്പിലാണ് ഞാൻ ലെയർ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അത് നല്ല തച്ച് അതിൽ ചോറൊക്കെ ഒഴിവാക്കിയിട്ട് ആ തുമ്പിൽ മിക്സ് ചെയ്ത ചാണകപ്പൊടി, മണ്ണ്, ചകരിച്ചോറ് എല്ലാം കൂടി മിക്സ് ചെയ്തത് ചെറുതായിട്ട് ഒന്ന് വെള്ളം നനച്ചിട്ട് അതിൽ എടുക്കുകയാണ്. ഇപ്പോൾ ഇനി ഈ ചെടിയിൽ, ഈ ബുഷോറിൻ്റെ ചെടിയിൽ നമുക്കൊരു കട്ടിങ് ഉണ്ടാക്കണം. 1 ഇഞ്ച് ഉയരത്തിൽ 1 ഇഞ്ചായിട്ട് വെച്ചിട്ട് അതിൻ്റെ തൊലി എടുക്കണം. ആ തൊലി കത്തിക്കൊണ്ട് 2 റൗണ്ട് അടിച്ചിട്ട് മെല്ലെ ചെത്തിയെടുത്തിട്ട് ആ ചെത്തിയെടുക്കുകയാണ്. കംപ്ലീറ്റ് തൊലി ചെത്തിയെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലുണ്ടാവുക ചെറിയൊരു തുണീൻ്റെ ഒരു പച്ച കളറ്, ആ പച്ച കളറൊന്ന് വരണ്ടി ഒഴിവാക്കണം. ഫുള്ളായിട്ട് വരണ്ടി ഒഴിവാക്കണം, അല്ലെങ്കിൽ ചിലപ്പം വേര് പിടിക്കാൻ പിന്നെ തൊലി കൂടി പിടിക്കുന്നു. അത് പറ്റ വരണ്ടി ശരിക്കും വരണ്ടിയിട്ട് ആ പച്ച ഒഴിവാക്കണം. അതിൻ്റെ ശേഷം ആണ് മണ്ണിട്ട് ഫുള്ളായിട്ട് അത് ചരണ്ടി ഒഴിവാക്കിയിട്ട് വേണം ലെയറിട്ട് വെച്ച് പൊതിഞ്ഞ് കെട്ടാൻ വേണ്ടിയിട്ട്. ഏകദേശം പാക്ക വരണ്ടി ഒഴിവാക്കി ഏകദേശം ഒരു ഇഞ്ചായിട്ട് അത് മതി. നല്ല ക്ലിയറാക്കിയിട്ട് ഇപ്പോൾ ഈ മണ്ണിലേക്ക് വെള്ളം നനച്ച് കുറച്ച് വെള്ളം നനച്ചിട്ട് ചെറിയൊരു നനവ് മതി. ഒരു പുട്ടും പൊടിയൊക്കെ നനക്കുന്ന മാതിരി ചെറിയൊരു നന, അധികം ഓവറാണ്ട. ചെറുതായിട്ട് നനച്ച് നല്ലോണം മിക്സ് ചെയ്തിട്ട് അത് ചേരി തുമ്പിലേക്ക് മാറ്റണം. ചേരി തുമ്പ് അത് വിരിച്ച് വെച്ചതാണ്. അതിലേക്ക് ആ മണ്ണെടുത്ത് ശരിക്കും പരത്തി വെക്കുക. ചേരിത്തുമ്പോൾ അങ്ങനെ വിടർത്തി വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ വലുതായിട്ട് നിൽക്കും. അപ്പോൾ അതിലൊക്കെ ആ മണ്ണ് മിക്സ് ചെയ്തത് വെച്ചിട്ട് ആ ഭാഗമാണ്. അതിൽ ചെറിയൊരു പിന്നെ റൂട്ട് ഹോർമോൺ പെരട്ടേണ്ടിയുണ്ട്. അതില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ചിലപ്പോൾ റൂട്ട് ഹോർമോൺ ഉപയോഗിച്ചിട്ടാണെങ്കിൽ പെട്ടെന്ന് വേര് പിടിക്കാൻ സാധ്യതയുണ്ട്. അത് ഉപയോഗിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഞാൻ ഉപയോഗിക്കാണ്ട് ഉപയോഗിച്ചിട്ടും രണ്ടും പെട്ടെന്ന് വേര് പിടിക്കും ചിലപ്പോൾ ഈ റൂട്ട് ഹോർമോൺ ഉപയോഗിച്ചിട്ടാണെങ്കിൽ. ഇത് പൊടിയായിട്ടും വരുന്നുണ്ട്, ലിക്വിഡായിട്ടും വരുന്നുണ്ട്. ഞാൻ ചിലതിലൊക്കെ ഉപയോഗിക്കാറുണ്ട്, എന്നാലും കൂടുതലും ഉപയോഗിക്കാതെ തന്നെയാണ് എടുക്കൽ. കുറച്ച് സമയം വൈകും. ഇതാകുമ്പോൾ കുറച്ച് പെട്ടെന്ന് തന്നെ നേരത്തെ തന്നെ റൂട്ട് പിടിച്ച് കിട്ടും. കുറച്ച് പറ്റിയാൽ മോൾ ഭാഗത്ത് മാത്രം അയച്ചാൽ മോൾ ഭാഗത്തു നിന്നാണ് റൂട്ട് വരിക. മോൾ ഭാഗത്താണ് വേര് പിടിക്കുന്ന സ്ഥലം. അപ്പോൾ ആദ്യം പിന്നെ ആ മിക്സ് ആക്കി വെച്ചാൽ അതിലേക്ക് മെല്ലെ എടുത്ത് ഞാൻ കൊഴിഞ്ഞ് വാണ്ടി മെല്ലെ എടുത്ത് ഞാൻ അതിനോട് കൂടി പിടിക്കുക. അടിഭാഗം ആദ്യം ടച്ച് ചെയ്ത് വെച്ചിട്ട് കൂട്ടി പിടിച്ചിട്ട് ഒരു പ്ലാസ്റ്റിക് കയറെടുത്തിട്ട് നന്നായിട്ട് കെട്ടുക. ഇതാണിപ്പോൾ എനിക്ക് ചെയ്തതിൽ ഏറ്റവും നല്ല മെത്തേഡ് തോന്നുന്നത്. ആദ്യം ഞാൻ കവറിലാകുമ്പോൾ വേര് പിടിക്കാൻ കുറച്ചൊരു വേര് പിടിക്കുന്നുണ്ട്, എങ്കിലും അതിനേക്കാളും ഉഷാർ ഇതാണെന്ന് തോന്നുന്നു. ഇതിൽ പെട്ടെന്ന് വേര് പിടിക്കുന്നുണ്ട്. പിന്നെ നല്ല വെയിലൊക്കെ അടിക്കുകയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് ഒന്നരാടം നനച്ച് കൊടുക്കുന്നത് നല്ലതാണ്. മഴ ആണെങ്കിൽ മഴ ചെറുങ്ങാനുണ്ടെങ്കിൽ മഴ പ്രശ്നമില്ല, പിന്നെ നനക്കേണ്ടൊന്നും ആവശ്യമില്ല. ഏകദേശം ഒരു മാസം 2 മാസത്തിനുള്ളിലൊക്കെ വേര് പിടിച്ച് വരും. ഇതുപോലെ ഇപ്പം ഞാൻ ഇതിൻ്റെ മുമ്പൊന്ന് എയർ ലെയർ ചെയ്തതാണ്. ഇതേ ചൈനീസ് ബുഷ് ഓറഞ്ച്, അതിപ്പോൾ നല്ല ഉഷാറായിട്ട് വളർന്ന്. ഇതിപ്പോൾ രണ്ടാമത് ഞാൻ ആദ്യം
പിന്നെ താഴെ മണ്ണിലായിരുന്നു നട്ടത്. ആ നട്ട സമയത്ത് നല്ല വെളിച്ചമൊക്കെ ഉണ്ടായിരുന്നു, നല്ല ചോലൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നല്ല വെയിലൊക്കെ കിട്ടിയിരുന്നു. അങ്ങനെയാണ് നട്ട്. പിന്നെ നട്ടതിന് ശേഷം കുറേ കഴിഞ്ഞപ്പോൾ അവിടെ ഒരു കവുങ്ങ് പൊന്തി, പിന്നെ ഒരു മാവ് എല്ലാം കൂടി ആയിട്ട് പിന്നെ അവിടെ ചോലായി, നല്ല ചോലായി. ഇപ്പോൾ അത് കായ്ക്കുന്ന ഒരു മട്ടൊന്നും കാണുന്നില്ല. ഇപ്പോൾ 2-3 വർഷമായി ഇപ്പോൾ അത് നട്ടിട്ട്. ഇപ്പോൾ കായ്ക്കാനുള്ളൊരു ഇതൊന്നും കാണുന്നില്ല. അപ്പോൾ അതിൽ നിന്നൊരു കൊമ്പാൻ ആദ്യം പിന്നെ ലെയർ ചെയ്തെടുത്തു. ഇപ്പോൾ രണ്ടാമത്തെ ഒരു കൊമ്പ് കൂടി ലെയർ ചെയ്തെടുക്കുകയാണ്. അത് അവിടെ വെച്ചിട്ടൊരു കാര്യമില്ല, അതിന് കായ് പിടിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിന്മേൽ ഞാൻ ലെയർ ചെയ്ത് വേര് പിടിപ്പിച്ചെടുത്താൽ അപ്പോൾ മറ്റേ ചട്ടിക്ക് മാറ്റി കഴിഞ്ഞാൽ ഉസാറായിട്ട് വരും. അപ്പോൾ ആദ്യം ലെയർ ചെയ്ത് എടുത്ത് തന്നെ നല്ല ഉസാറായിട്ട് വളർന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ സപ്പോർട്ട് ലെയർ ചെയ്ത് വെച്ചതാണ്. ഇപ്പോൾ നല്ല വേര് പിടിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഇനി അടുത്ത് ചട്ടിയിലേക്ക് മാറ്റണം. ഇതാ വേര് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കാണിച്ചതാണ്. നല്ല വേര് പിടിച്ചിട്ടുണ്ട്. ഏകദേശം 3 മാസമൊക്കെ ആയി. ഇപ്പം മഴ ഒന്ന് പെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ചട്ടി